നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട ഒരു അഡാർ ഷെസ്വാൻ സോസ് റെസിപ്പിയാണിത്. പലവിധ ചൈനീസ് റെസിപ്പികൾക്കും ഇത് അത്യാവശ്യമാണ്. ഷെസ്വാൻ പൊട്ടറ്റോ, ഷെസ്വാൻ ചിക്കൻ ഇതൊക്കെ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. ഇതില്ലാതെ പറ്റില്ല. ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടാക്കാൻ ഈ സോസിന് പുറമെ കുറച്ച് ഓയിൽ വേണം. പിന്നെ എന്താണ്, നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണം, പാകത്തിന് ഉപ്പും. ഇത്രയും ഇതിന് എക്സ്ട്രാ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ സോസിൽ അടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മളൊന്നും ജീവിച്ച ചുറ്റുപാടല്ല. ഇപ്പോഴത്തെ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയുള്ള ഫുഡുകളിലാണ് താല്പര്യം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നമ്മുടെ കിച്ചൻ്റെ ഒരു മുതൽക്കൂട്ടായ ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ റെസിപ്പിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും ഞാൻ പറയാം. പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഉണക്കമുളക് തന്നെയാണ്. ഇതിൽ 15 കാശ്മീരി മുളകും 15 സാദാ മുളകുമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു അരമണിക്കൂർ. വേഗത്തിൽ കുതിർന്ന് കിട്ടാനായിക്കൊണ്ട് ഞാൻ നീളമുള്ള മുളകുകളൊക്കെ കട്ട് ചെയ്ത് കുതിർത്തു. മുളക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈ മുളക് പെട്ടെന്ന് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോഴേക്ക് നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂണും ഇഞ്ചി 1 ടേബിൾ സ്പൂണും മതിയാവും. ഇതിനായിക്കൊണ്ട് വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് ആവശ്യം. ഇതിൻ്റെ ആവശ്യത്തിന് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് ആവശ്യമുണ്ട്. ഇത് ഒറ്റ ദിവസം ഉണ്ടാക്കുന്ന കറിയല്ലല്ലോ, പലതിനും ആയിട്ട് എടുക്കുന്ന ഒരു പേസ്റ്റാണല്ലോ. ജിഞ്ചറും ഗാർലിക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ മൂത്ത് കരിഞ്ഞൊന്നും വരണ്ട. ഒരു നിറം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് സൗണ്ട് ഒന്ന് ക്രാക്കിയാണ്, അതുകൊണ്ട് സോറി. ഏതാണ്ട് 200 മില്ലി തിളച്ച വെള്ളത്തിൽ കുതിർത്തിട്ടാണ് മുളക് അരക്കുന്നത്. ആ മുളക് വെള്ളം തന്നെ ചേർത്ത് അരക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം, മുളകൊക്കെ വെന്ത് വരണം മസാലയിൽ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കണം. ഇടയ്ക്കിടെ തുറന്നിളക്കി കൊടുക്കണം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഓയിൽ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അതിൽ ആദ്യം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത്. ഷെസ്വാൻ സോസ് എന്ന് പറഞ്ഞാൽ എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സമ്മിശ്രമായിട്ടുള്ളൊരു സോസാണ്. നല്ല ടേസ്റ്റുമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാം എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടിക്കലർന്നൊരു ഡിഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെസ്വാൻ സോസ് റെഡി. ശേഷം ഇറക്കി വെച്ച് തണുത്ത് വന്നാൽ തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത കുപ്പികളിലാക്കി വെച്ചാൽ, ബോട്ടിലാണ് ഗ്ലാസ് ബൗളിലാണ് നല്ലത്, ആക്കി വെച്ചാൽ ഒരു 5-6 മാസത്തേക്ക് ഒരു കേടും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ ഇറക്കാൻ നേരം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അത് നമുക്ക് എന്തെങ്കിലും ഡിഷോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അന്നേരം കുറച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സോസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.